നിർണായകമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്ന് ചേരും. യുഡിഎഫുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള PV അൻവറിന്റെ തീരുമാനം, വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരായ കേസ്, ബ്രൂവറി ആരംഭിക്കാനുള്ള സർക്കാർ അനുമതി തുടങ്ങിയ വിഷയങ്ങൾ രാഷ്ട്രീയകാര്യ സമിതി ചർച്ച ചെയ്യും. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ്, നേരത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗം നിന്നതാണെങ്കിലും നേതാക്കൾക്കിടയിലുള്ള ഭിന്നിപ്പ് മൂലം അത് മാറ്റിവെക്കുകയായിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരാനുണ്ട്. ഏതൊക്കെ വിഷയങ്ങളാകും മുൻഗണനാക്രമത്തിൽ പരിഗണിക്കുക? ജിൽസി സൂചിപ്പിച്ച പോലെ തന്നെ രാഷ്ട്രീയകാര്യ സമിതി നേരത്തെ തീരുമാനിക്കുകയും വളരെ പെട്ടെന്നത് മാറ്റിവെക്കുകയും ചെയ്തു. ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗം മാറ്റിവെച്ചത് എല്ലാ നേതാക്കളും അറിഞ്ഞില്ല എന്ന് ഈ പല നേതാക്കളും തുറന്ന് പറയുകയും ചെയ്തിരുന്നു. ഇന്നെന്തായാലും രാഷ്ട്രീയകാര്യ സമിതി ചേരുകയാണ്. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണ് രാഷ്ട്രീയകാര്യ സമിതി ചേരുക. ഉച്ചയ്ക്ക് 3 മണിക്കാണ് യോഗം. ഇതിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. ഈ ബ്ലൂബറി വിഷയം തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി വരുന്നത്. നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. ഇതിൽ നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് ഈ പാർലമെന്ററി പാർട്ടി യോഗമെല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗം കൂടി ചർച്ച ചെയ്യും. മറ്റൊന്ന്, വയനാട്ടിൽ IC ബാലകൃഷ്ണനും DCC പ്രസിഡന്റും അടക്കം ഉള്ള ആളുകൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണം, അതിൽ മുൻകൂർ ജാമ്യം ലഭിച്ചെങ്കിലും ഈ തുടർ നീക്കങ്ങൾ, പ്രത്യേകിച്ച് നിയമപരമായ നീക്കങ്ങൾ എങ്ങനെ വേണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, PV അൻവർ UDF-നൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഭൂരിഭാഗം നേതാക്കൾക്കും ഇതിന് അനുകൂലമായൊരു നിലപാടാണ് ഉള്ളത്. അത് ഏത് രൂപത്തിൽ വേണം എന്ന കാര്യം ചർച്ച ചെയ്യും. ഇതുകൂടാതെ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ വരാനിരിക്കുകയാണ്. ആ കാര്യങ്ങളും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാവാനാണ് സാധ്യത. ജിൽസി.